നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ആലോചന പറഞ്ഞാലും അതിന് കീഴ്പ്പെട്ട് അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എക്സൽ മീഡിയ TV-യിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി യിരെമ്യാ പ്രവചനം അതിൻ്റെ 43-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുന്നു. സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശയ്യാവിൻ്റെ മകനായ അസര്യാവും കാരേഹിൻ്റെ മകനായ യോഹനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരെമ്യാവോട്, നീ ഭോഷ്ക് പറയുന്നു, മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറയുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, ദൈവം സംസാരിക്കുന്ന വചനങ്ങളോട് നാം മറുതലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നാണ്. നമുക്കറിയാം, യിരെമ്യാ പ്രവചനം അതിൻ്റെ 42-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനം, അതായത് ഇസ്രായേലിൽ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം യിരെമ്യാവിനോട് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ ആകെ കഷ്ടതയിലാണ്, അല്ലേ? ബാബേൽ രാജാവ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഇവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല, കാരണം ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അന്നത്തെ കാലത്ത് മിസ്രയീമാണ് ഈ രാജാവിനോട്, ബാബേൽ രാജാവിനോട് എതിർത്ത് നിൽക്കുവാൻ കെൽപ്പുള്ള ഒരു ശക്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകുവാൻ ചിന്തിക്കുന്നു എന്നാണ് ഇതിൻ്റെ ദൈവാലോചന. നാം ഓരോരുത്തരും പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചന ഇതുപോലെ ചോദിക്കാറുണ്ട്, അല്ലേ? ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുന്ന സമയത്ത് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നറിയാതെ നാം ഉഴലുന്ന സമയത്ത് നാം പലപ്പോഴും ദൈവദാസന്മാരോട് ദൈവാലോചന ചോദിക്കാറുണ്ട്. നല്ലതാണ്. തീർച്ചയായിട്ടും ദൈവം ഒരുപക്ഷെ നമ്മോട് നേരിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരോട് നമ്മളോട് സംസാരിക്കും. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ആലോചന യിരെമ്യാവിനോട് ചോദിച്ച സമയത്ത് പലപ്പോഴും യിരെമ്യാവിൻ്റെ ദൈവാലോചന, യിരെമ്യാവിനോട് വെളിപ്പെട്ട ദൈവാലോചന തിരസ്കരിച്ചവരായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും യിരെമ്യാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം 10 ദിവസത്തിന് ശേഷം സംസാരിച്ച ആലോചനകൾ അവരുമായിട്ട് പങ്കുവച്ചത് എങ്ങനെയാണ്? നിങ്ങൾ മിസ്രയീമിലേക്ക് പോകരുത്. ആലോചന ക്ലിയർ കട്ടാണ്. നിങ്ങൾ ഒരു കാരണവശാലും എങ്ങോട്ട് പോകരുത്? മിസ്രയീമിലേക്ക് പോകരുത്. കാരണം അവിടെ പോയാൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന പ്രതിസന്ധിയിലേക്കാൾ വലിയ പ്രതിസന്ധി ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരിക. എന്നാൽ ഇവിടെ തന്നെ, അതായത് ഈ കഷ്ടതയുടെ നടുവിലും ഇവിടെ പിടിച്ചു നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ബാബേൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കൃപ ലഭിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ ആലോചനയും യിരെമ്യാവിലൂടെ. എന്നാൽ ഈ ആലോചന ചോദിച്ചത് ജനമാണ്. എന്നാൽ ഈ ആലോചനയെ തിരസ്കരിക്കുന്ന രീതിയിലാണ് ഇവിടെ ചിലരെ നാം കാണുന്നത്. ഇവർ, ഞാൻ ചിന്തിക്കുന്നു, അവരാരാണ്? ജനത്തെ നയിക്കുന്ന ലീഡേഴ്സ് തന്നെയാണ്. അപ്പൊ ഇവർ അഹങ്കാരികളാണ്, അല്ലേ? അഹങ്കാരത്തോടു കൂടെ അവനോട് പറയുന്നത് ഇല്ല, നിന്നിലൂടെ ദൈവം സംസാരിക്കുന്നില്ല, നിന്നെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചിട്ടില്ല എന്നവർ അവനോട് മറുതലിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഇതുപോലെ ദൈവത്തിൻ്റെ ആലോചന ഹൃദയത്തിൽ നിന്ന് അറിയാതെ എങ്കിലും മറുതലിച്ച് പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇവിടെ നമുക്ക് കാണുന്നത് അവരുടെ അവിശ്വാസമാണ് ഒന്നാമത്, രണ്ടാമത് അനുസരണക്കേടാണ്, 3 അഹങ്കാരമാണ്. എത്ര കഷ്ടതയിലൂടെ പോയിട്ടും, അതായത് ഒരു വലിയൊരു കൂട്ടം ജനം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എത്ര അനുസരണക്കേട് എത്ര പ്രോബ്ലംസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അനുസരണക്കേട് കാണിക്കുന്ന, അല്ലെങ്കിൽ അഹങ്കാരികളായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടത്തെ നാം കാണുന്നു. അതിന്റെ ഫലം എന്താണ്? യിരെമ്യാവിനോട് അവർ പറയുന്നു, നിന്നെ ദൈവം അയച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സംഭവിച്ച കാര്യം, അത് കേട്ടിട്ട് ഇവരെല്ലാവരും എങ്ങോട്ട് പോകേണ്ടി വന്നു? മിസ്രയീമിലേക്ക് പോകേണ്ടി വന്നു. ഇവിടെ നാം താഴെ കാണുന്ന ഭാഗം ഇതാണ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമായിട്ട് യിരെമ്യാവ് അവിടെ ആലോചന പറയുന്നുണ്ട്. അപ്പം സംഭവിച്ച കാര്യം, ഒരു വലിയ പ്രതിസന്ധിയെ ജയിക്കാൻ വേണ്ടി വേറൊരു കാര്യത്തിലേക്ക് ആശ്രയം വെച്ച സമയത്ത് അവർ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഓരോ സമയങ്ങളിൽ ദൈവം പറയുന്നത് അനുസരിക്കാതെ പോകുമ്പോൾ, അതിനെ മറുതലിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കടി, അതായത് ആദ്യത്തെ പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓരോ നിമിഷങ്ങളിലും
ദൈവം പറയുന്ന ആലോചന അതെന്താണോ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കുറുക്ക് വഴികളൊക്കെ കണ്ടുപിടിച്ച് ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ കുറുക്കു വഴികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വലിയ കണികളായിട്ട് മാറുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവം നമ്മോട് എന്ത് ആലോചന പറയുന്നുവോ ആ ആലോചനയ്ക്ക് വിരോധമായി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ ഇടയാകാതെ, എത്ര കഷ്ടതയാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും അതിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാകുമ്പോൾ അതിൻ്റെ അനുഗ്രഹം പിന്നീട് ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് അന്തർഭാഗത്തുള്ളത് എന്താണെങ്കിലും അത് കാലാന്തരത്തിൽ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, അല്ലേ? നമ്മുടെ പാപത്തിന്റെ പ്രകൃതിയുടെ സ്വാധീനത്തിലാണ് നാം നടക്കുന്ന വ്യക്തിയാണെങ്കിലും എന്താ സംഭവിക്കാന്നറിയാമോ? ഇതുപോലെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് അറിയാതെ മറുതലിക്കാനുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് യഥാർത്ഥമാവണ്ണം കീഴ്പ്പെട്ട്, എത്രമാത്രം പ്രതിസന്ധി നടന്നതാണെങ്കിലും ആ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ആകട്ടെ. മറിച്ച് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായിട്ട് നിന്ന്, അല്ല ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നാം എന്ത് ചെയ്യുകയാണെങ്കിൽ മറുതലിച്ച് ദൈവാലോചനയ്ക്ക് വിരോധമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുവാൻ തയ്യാറായാൽ അതിൻ്റെതായ പരിണത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ, നാം നിമിത്തം മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്നുള്ള ചിന്ത മറന്നു പോകരുത്. യിരെമ്യാവിനോട് എതിർത്ത് നിന്ന അവർ മുഖാന്തരം എന്ത് ചെയ്യേണ്ടി വന്നു? എല്ലാവരും ഇസ്രായേലിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് അനുഭവിച്ചത് ആരൊക്കെയാണ്? യിരെമ്യാവും പോയി, എല്ലാവരും പോയി, അവരെല്ലാവരും ഒരുപോലെ അനുഭവിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ആലോചന പറഞ്ഞാലും അതിന് കീഴ്പ്പെട്ട് അനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.